PSC എക്സാം കാറ്റഗറി കോഡ് 215/2025, പേപ്പർ കോഡ് 167/2025. വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് +2 ലെവൽ എക്സാമാണ്. അതിന് ചോദിച്ചിട്ടുള്ള 10 കണക്ക് ചോദ്യങ്ങളുടെ ചോദ്യവും അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്ന രീതിയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കണ്ട. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കും തിരിച്ച് 110 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിനിൻ്റെ ശരാശരി വേഗത എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾ നോക്കൂ, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും ഒരേ ദൂരമാണ്. അപ്പോൾ നമുക്ക് അറിയാതെ വന്നു പോകാൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരേ ദൂരമാണ്. അതുകൊണ്ട് ശരാശരി വേഗത കാണാൻ വേണ്ടി ഈ 90ഉം 110ഉം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ശരാശരി, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് നമ്മൾ വിചാരിക്കും. എന്നിട്ട് ഉത്തരം 100 എന്ന് എഴുതി പോകാൻ സാധ്യതയുണ്ട്. ഈ രീതി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റായ ഉത്തരത്തിലേക്കാണ് എത്തുക. ഇതിൻ്റെ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്താണ്? 2 ഇൻറ്റു ആദ്യത്തെ വേഗത ഇൻറ്റു രണ്ടാമത്തെ വേഗത ഡിവൈഡഡ് ബൈ ആദ്യത്തെ വേഗത പ്ലസ് രണ്ടാമത്തെ വേഗത. ഇതിൽ ആദ്യത്തെ വേഗത എത്രയാണ്? 90 ആണല്ലോ. 2 ഇൻറ്റു 90 ഇൻറ്റു രണ്ടാമത്തെ വേഗത 110 ഡിവൈഡഡ് ബൈ 90 പ്ലസ് 110. ഈ രീതിയിൽ തന്നെ നിങ്ങൾ നിർബന്ധമായി ഇത് ചെയ്തിരിക്കണം. ഈ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തെറ്റായ ഉത്തരത്തിലേക്ക് എത്തുമെന്നുള്ളത് ഓർത്തിരിക്കുക. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 90 ഇൻറ്റു 110 നമുക്ക് അതേപോലെ തന്നെ അവിടെ വെക്കാം. ഡിവൈഡഡ് ബൈ 90 പ്ലസ് 110 എന്ന് പറഞ്ഞത് 200 ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യവും ഈ രണ്ടും വെട്ടിക്കളയാം. ബാക്കി 9 ഇൻറ്റു 11 ഉണ്ടാവും. അതായത് 99 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ABCDE എന്നിവ സംഖ്യകളാണ് അല്ലേ? അതുകൂടാതെ കുറച്ച് കണ്ടീഷൻസും തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ ഓരോന്ന് വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്ന എന്താണ്? എയുടെ B ശതമാനം എന്ന് പറയുന്നത് C ആണ്. എയുടെ B ശതമാനം നമ്മൾ എങ്ങനെയാണ് എഴുതുക? A ഇൻറ്റു B ബൈ 100 എന്നല്ല എഴുതുക. A ഇൻറ്റു B ബൈ 100 ഈസ് ഈക്വൽ ടു C. അതായത് AB ബൈ 100 ഈസ് ഈക്വൽ ടു C. ഇതാണല്ലോ നമുക്ക് തന്നിരിക്കുന്ന ഒന്നാമത്തെ കണ്ടീഷൻ. കറക്റ്റ് അല്ലേ? നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. ബിയുടെ A ശതമാനം നമ്മൾ എങ്ങനെ എഴുതുക? B ഇൻറ്റു A ബൈ 100 ഈസ് ഈക്വൽ ടു D എന്നിവിടെ തന്നിട്ടുണ്ട്. ഈ B ഇൻറ്റു A എന്നുള്ളത് നമുക്ക് മാറ്റി A ഇൻറ്റു B എന്ന് എഴുതാലോ. അതായത് AB ബൈ 100 ഈസ് ഈക്വൽ ടു D എന്ന് എഴുതാലോ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? എയുടെ 2 മടങ്ങിൻ്റെ, അതായത് 2A B ശതമാനം 2A ഇൻറ്റു B ബൈ 100 ഈസ് ഈക്വൽ ടു E. ഇതിന് നമുക്ക് 2AB ബൈ 100 2AB ബൈ 100 ഈസ് ഈക്വൽ ടു E എന്ന് എഴുതി കൂടെ. ഇതിനെ നമുക്ക് ഒരൊറ്റ സംഖ്യയാക്കി എഴുതാം. 2 ഇൻറ്റു AB ബൈ 100 ഈക്വൽ ടു E. ഇതാണല്ലോ നമുക്ക് തന്നിരിക്കുന്ന മൂന്നാമത്തെ കണ്ടീഷൻ. ഇനി നമുക്ക് ഓരോ പ്രസ്താവനകൾ എടുത്ത് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? C ഈക്വൽ ടു D ആയിരിക്കും. C ഈക്വൽ ടു D ആണോ? C എന്ന് പറഞ്ഞാൽ AB ബൈ 100 ആണ്. D എന്ന് പറഞ്ഞാലും AB ബൈ 100 ആണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്തായിരുന്നു? C പ്ലസ് D ഈക്വൽ ടു E ആയിരിക്കും. C പ്ലസ് D ഈക്വൽ ടു E ആയിരിക്കും. ഇവിടെ C എന്ന് പറഞ്ഞാൽ AB ബൈ 100, D എന്ന് പറഞ്ഞാൽ AB ബൈ 100. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2AB ബൈ 100 2AB ബൈ 100 അതാണ് E. അപ്പോൾ പ്രസ്താവന രണ്ടാമത്തെ ശരിയാണ്. പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ C ആയിരിക്കും ഉത്തരം. പ്രസ്താവന 1, 2 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ C ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. 3 വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ ആളുകളുടെ അനുപാതം 3:4:5 ആണെന്ന് തന്നിട്ടുണ്ട്. 3:4:5 ആണ് ഗ്രൂപ്പുകളിലെ ഇപ്പോൾ നിലവിലുള്ള ആൾക്കാരുടെ അനുപാതം. അതല്ല തന്നിട്ടുള്ളത്. അതായത് ഗ്രൂപ്പ് 1-ൽ 3 ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് X അത്രയും ആൾക്കാരായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ ഗ്രൂപ്പിൽ 4 ഇൻറ്റു X ഇതേ കോൺസ്റ്റന്റ് കൊണ്ട് ഈ 4നെ മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയും ആൾക്കാരാണ് ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉണ്ടാവുക. ഓക്കെ, അതേപോലെ 5x ആയിരിക്കും മൂന്നാമത്തെ ഗ്രൂപ്പിൽ ഉണ്ടാവുക. ഇതൊക്കെ അല്ലേ?
അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ആകെ 3x ആൾക്കാരുണ്ട്, രണ്ടാമത്തെ ഗ്രൂപ്പിൽ ആകെ 4x ആൾക്കാരുണ്ട്, മൂന്നാമത്തെ ഗ്രൂപ്പിൽ 5x ആൾക്കാരുണ്ട്. ഇതിലേക്ക് ഒരു 10 ആൾക്കാരും കൂടെ വന്നു കഴിഞ്ഞാൽ, എല്ലാ ഗ്രൂപ്പിലും 10 ആൾക്കാർ കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 7:9:11 ആവും. ഇതല്ലേ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അപ്പൊ നിലവിൽ ഈ ഗ്രൂപ്പിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ 10 പേര് വന്നതിന് ശേഷമല്ല, നിലവിൽ ഇപ്പോൾ എത്ര ആൾക്കാരുണ്ട് ഈ ഗ്രൂപ്പിൽ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു ആദ്യത്തെ 2 അനുപാതങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 അനുപാതങ്ങൾ മാത്രം എടുക്കുക. അതായത് 3x + 10 ഡിവൈഡഡ് ബൈ 4x + 10 എന്നുള്ള നമ്മൾ ആ റേഷ്യോനെ നമ്മൾ ഭിന്നസംഖ്യയാക്കി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. = 7/9 എന്ന് നമുക്ക് എഴുതിക്കൂടെ? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു 3x + 10നെ 9 കൊണ്ട് ഗുണിച്ചാൽ അതും 4x + 10നെ 7 കൊണ്ട് ഗുണിക്കുന്നതും തുല്യമായിരിക്കും. 9 × 3x 27x + 9 × 10 90 is equal to 4x × 7 28x + 10 × 7 70 ആയിരിക്കും. ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനോ? ഈ 27x-ഉം 28x-ഉം നമുക്ക് എക്സിൻ്റെ എല്ലാം ഇക്വേഷൻ്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. ഈ 28x-നെ നമുക്ക് ഇവിടെ നിർത്താം. ശരിയാ? 28x - 27x. ഈ 27x-നെ നമ്മൾ ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ ഒരു 90 ഉണ്ടല്ലോ, 90 അവിടെ തന്നെ നിന്നോട്ടെ. 70 ഇങ്ങോട്ട് കൊണ്ടുവരാം. 90 - 70. അതായത് 28x - 27x എന്ന് പറഞ്ഞാൽ എക്സ് മാത്രമല്ല ബാക്കി ഉണ്ടാവുള്ളൂ. x = 90 - 70 = 20 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 20 ആണ്. ആദ്യം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് 3:4:5 റേഷ്യോയിലല്ലേ? അതായത് ആദ്യത്തെ ഗ്രൂപ്പിൽ 3x ആൾക്കാർ, രണ്ടാമത്തെ ഗ്രൂപ്പിൽ 4x ആൾക്കാർ, മൂന്നാമത്തെ ഗ്രൂപ്പിൽ 5x ആൾക്കാർ. ഈ എക്സിനെ ഇവിടെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യത്തെ ഗ്രൂപ്പിൽ 3x ആൾക്കാർ 3 × 20, രണ്ടാമത്തെ ഗ്രൂപ്പിൽ 4x ആൾക്കാർ 4 × 20, മൂന്നാമത്തെ ഗ്രൂപ്പിൽ 5x ആൾക്കാർ അതായത് 5 × 20. ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രൂപ്പുകളിൽ ആദ്യം എത്ര ആൾക്കാരുണ്ടായിരുന്നു എന്ന് കണ്ടുപിടിച്ചൂടെ? 3 × 20 60, 60 + 4 × 20 80, 140, 140 5 × 20 100. ടോട്ടൽ കൂട്ടിയാൽ നമുക്ക് 240 കിട്ടും. ഇതാണ് നിലവിൽ ഗ്രൂപ്പുകളിൽ ഉള്ള ആൾക്കാരുടെ എണ്ണം. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം നോക്കാം. ഒരു ജോലി ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ എക്ക് 20 ദിവസവും ബിക്ക് 30 ദിവസവും വേണം. എയും ബിയും ഒരുമിച്ച് ജോലി ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എ ജോലി മതിയാക്കി. ബി ഒറ്റയ്ക്ക് 5 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കി. അങ്ങനെയാണെങ്കിൽ എ എത്ര ദിവസം ജോലി ചെയ്തിട്ടുണ്ടാവും? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചോദ്യത്തിൽ തന്ന വിവരങ്ങളൊന്ന് നോക്കാം. എക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ വേണ്ടത് 20 ദിവസമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എ എത്ര ജോലി ചെയ്തു തീർക്കും? എ ഒരു ദിവസം കൊണ്ട് 1/20 ജോലി, 20ൽ ഒരു ഭാഗം ചെയ്തു തീർക്കും. ബിക്ക് അതുപോലെ വേണ്ടത് 30 ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ബി 30ൽ ഒരു ഭാഗം, 1/30 ഭാഗം, ഈ ജോലിയുടെ 1/30 ഭാഗം ബിയും തീർക്കും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്ര ജോലി തീരും? 1/20 + 1/30. ഇത് നമുക്ക് LCM കണ്ടു നോക്കാം. LCM വരുന്നത് 60 ആണ്. 60 ആക്കാൻ 20ന് നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു, മുകളിൽ 1നെയും നമ്മൾ 3 കൊണ്ട് ഗുണിക്കുന്നു, പ്ലസ് അതേപോലെ 30ന് 60 ആക്കാൻ 2 കൊണ്ട് ഗുണിച്ചു, മുകളിലുള്ള 1നെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു, 2 കിട്ടും. 3 + 2/60 എന്ന് പറഞ്ഞാൽ 5/60. നമ്മളിത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/12 കിട്ടും. എയും ബിയും കൂടെ 1/12 ജോലി ഒരു ദിവസം കൊണ്ട് തീർക്കും. ഇതാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ആദ്യ ഭാഗം. ഇനി രണ്ടാമത് തന്നിരിക്കുന്ന കാര്യം നോക്കാം. ബി 5 ദിവസം തനിച്ചാണ് ജോലി ചെയ്തത്. എ പോയതിനു ശേഷമുള്ള 5 ദിവസം ബി തനിച്ചാണ് ജോലി ചെയ്തത്. ഒരു ദിവസം കൊണ്ട് ബിക്ക് 1/30 ഭാഗം ജോലി തീർക്കാൻ സാധിക്കുമെങ്കിൽ 5 ദിവസം കൊണ്ട് ബി 5 ദിവസം കൊണ്ട് എത്ര ജോലി തീർക്കും? 5 ദിവസം കൊണ്ട് 5 × ഒരു ദിവസം തീർക്കാൻ പറ്റുന്ന ജോലി 1/30. ഇത് തമ്മിൽ ഗുണിച്ച് നമുക്കിത് ക്യാൻസൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 6 കിട്ടും. എന്ന് പറഞ്ഞാൽ 1/6 ആണ് ബിക്ക് 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ജോലി. ബി 5 ദിവസം കൊണ്ട് തനിച്ചാണ് ജോലി ചെയ്തിരിക്കുന്നത്. 1/6 ജോലി, 1/6 ഭാഗം ജോലി ബി തനിച്ച് തീർത്തു. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ഒരുമിച്ച് ജോലി ചെയ്ത് എത്ര ജോലി തീർത്തിട്ടുണ്ടാവും? 6ൽ ഒരു ഭാഗം ബി തനിച്ചാണ് തീർത്തെങ്കിൽ എയും ബിയും കൂടെ ഈ 6ലുള്ള ബാക്കി 5 ഭാഗം, അതായത് 5/6 ഭാഗം എയും ബിയും ഒരുമിച്ചായിരിക്കും ജോലി ചെയ്തിട്ടുണ്ടാവുക. ഇനി എ എത്ര ദിവസം ജോലി ചെയ്തിട്ടുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ എയും ബിയും കൂടെ ജോലിയുടെ 5/6 ഭാഗം ഒരുമിച്ച് തീർത്തു.
അവർക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നത് 1/12 ഭാഗമാണ്. അപ്പോൾ എത്ര ദിവസം ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവും? നമ്പർ ഓഫ് ഡേയ്സ് എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്ത ദിവസങ്ങൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ അവർ മൊത്തമായിട്ട് ചെയ്ത വർക്കിനെ ഒരു ദിവസം എത്ര ജോലി ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അതായത് ഈ 5/6നെ 1/12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ ഭിന്നസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. 5/6 ഇൻറ്റു 12 എന്നാവും. 1/12ന്റെ റെസിപ്രോക്കൽ 12. ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ 2 കിട്ടും. 5 × 2 10. 10 ദിവസമാണ് എയും ബിയും ഒരുമിച്ച് ജോലി ചെയ്തത്. അതിനുശേഷമുള്ള 5 ദിവസം ബി തനിച്ചാണ് ജോലി ചെയ്തത്. അപ്പോൾ എ എത്ര ദിവസം ജോലി ചെയ്തിട്ടുണ്ടാവും? എയും ബിയും കൂടെ ജോലി ചെയ്തത് 10 ദിവസമാണ്. അതിനുശേഷം എ ജോലി മതിയാക്കി, അതായത് എ 10 ദിവസമായിരിക്കും ജോലി ചെയ്തത്. ഇതാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 10. ഒരാൾ പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും നേർരേഖയിൽ 6 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്നിട്ട് അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ, എന്നിട്ട് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് നേർരേഖയിൽ 10 കിലോമീറ്റർ സഞ്ചരിച്ച് ക്യൂ എന്നുള്ള പോയിന്റിലെത്തി. അങ്ങനെയാണെങ്കിൽ ഈ പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ചിത്രം അങ്ങോട്ട് വരയ്ക്കുക. ഇവിടെ 6 കിലോമീറ്റർ അയാൾ നേരെ നടന്നു, അതിനുശേഷം ഇടത്തോട്ട് തിരിഞ്ഞു. നമ്മളാണ് നടക്കുന്നത് വിചാരിക്കുക, നമ്മളുടെ ഇടതുഭാഗം ഏതാണ് വരിക? ഇങ്ങോട്ടല്ലേ. ഇവിടേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടുന്ന് വീണ്ടും ഇടത്തോട്ട് തിരുമ്പ് ഇങ്ങോട്ട് വരില്ലേ, ഇങ്ങനെ നടന്ന് അയാളുടെ 10 കിലോമീറ്റർ നേർരേഖയിൽ സഞ്ചരിച്ച് ക്യൂ എന്നുള്ള പോയിന്റിലെത്തി. ഈ ഡിസ്റ്റൻസ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഇവിടുന്ന് ഒരു നേർരേഖ അങ്ങോട്ട് വരച്ചു നോക്കൂ. ഇത് എല്ലാം കൂടെ ഒരു ത്രികോണമായില്ലേ, മട്ട ത്രികോണമായി. ഇത് 3 കിലോമീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 3 കിലോമീറ്റർ തന്നെ ആയിരിക്കും. ഇവിടെ ഇത് ടോട്ടൽ 10 ഇവിടെ വരെ 6 നേർരേഖയിൽ തന്നെ സഞ്ചരിച്ചത് കൊണ്ട് ഈ 10ൽ നിന്നും 6 കുറച്ചാൽ ബാക്കിയാണല്ലോ ഇവിടെ ഉണ്ടാവുക. ഇത് 4 കിലോമീറ്ററും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ മട്ട ത്രികോണത്തിൻ്റെ പാദവും കിട്ടി, ലംബവും കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ കർണമാണ്. ഈ കർണം നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ട നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തും. കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു മട്ട ത്രികോണത്തിൻ്റെ കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ആർക്കെങ്കിലും ഈ ഇക്വേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വയ്ക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കർണമാണ്. കർണം എത്ര നമുക്കറിയില്ല. പാദം എത്ര നമുക്കറിയാം, 3 സ്ക്വയർ ആണ്. പ്ലസ് ലംബം എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 4 സ്ക്വയർ, 3 സ്ക്വയർ 9, 4 സ്ക്വയർ ഈക്വൽ ടു 25. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 ആണെങ്കിൽ കർണം എന്തായിരിക്കും? റൂട്ട് ഓഫ് 25 ആയിരിക്കും. അപ്പോൾ കർണം എന്ന് പറഞ്ഞാൽ റൂട്ട് 25ൻ്റെ റൂട്ട് എത്രയാ? അറിയാത്തവരുണ്ടോ? 25ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 5. 5 കിലോമീറ്റർ ആണ് ഈ പിയും ക്യൂവും തമ്മിലുള്ള ദൂരം വരിക. നമ്മുടെ ഓപ്ഷനിൽ 5 ഉണ്ടല്ലോ, ഓപ്ഷൻ സി 5. അതാണ് ഉത്തരം വരിക. ഒരു ക്ലോക്കിൻ്റെ സമയവും അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയവും തമ്മിലുള്ള വ്യത്യാസം 3 മണിക്കൂർ 30 മിനിറ്റാണ്. ക്ലോക്കിൻ്റെ യഥാർത്ഥ സമയമാവാൻ ഏറ്റവും അനുയോജ്യമായത് ഇത് എന്നുള്ളത് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഒരു ക്ലോക്കിൻ്റെ യഥാർത്ഥ സമയവും അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ സമയവും, യഥാർത്ഥ സമയം പ്ലസ് പ്രതിബിംബത്തിൻ്റെ സമയം, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എപ്പോഴും കിട്ടുക 12 മണിയായിരിക്കും. 12 മണി എന്ന് നമുക്ക് എഴുതാം. അതായത് 12.00 ആയിരിക്കും. ഇതിലൂടെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ മണിക്കൂർ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ നമുക്ക് 12 എന്നെടുക്കാം. നമുക്ക് മണിക്കൂറും മിനിറ്റും കൂടെ തന്നതുകൊണ്ട് ഇവിടെ 12 എന്നുള്ളതിന് പകരം നമ്മൾ എടുക്കേണ്ടത് 11:60 എന്നാണ്. എന്നാലാണ് നമുക്കിത് പരിഹരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ഓപ്ഷൻ എടുത്തൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഓപ്ഷൻ എ എടുക്കാം. ഓപ്ഷൻ എയിലെ യഥാർത്ഥ സമയം എത്ര തന്നിരിക്കുന്നത്? 4:15 അല്ലേ? 4:15 അതിനോടുകൂടി ഈ പ്രതിബിംബത്തിൻ്റെ സമയം, നമുക്ക് പ്രതിബിംബത്തിൻ്റെ സമയം എന്നുള്ളതിന് മിറർ ഇമേജ് എന്നുള്ളതിന് എം എന്ന് കൊടുക്കാം. ഇസ് ഈക്വൽ ടു 11:60 എന്ന് കിട്ടും. എം എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര ആയിരിക്കും? 11:60 നിന്നും നമ്മൾ 4:15 കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക? 11 നിന്നും 4 കുറയ്ക്കുക, 7 കിട്ടും. 60 നിന്നും 15 കുറയ്ക്കുക, 45 കിട്ടും. 7:45. ഇതാണ് മിറർ ഇമേജ്, അതായത് പ്രതിബിംബത്തിലെ സമയം 7:45 ആയിരിക്കും. യഥാർത്ഥ സമയം 4:15 ആയിരിക്കും. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് കൂടെ നോക്കി നോക്കൂ. നമുക്ക് അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. 7:45 നിന്നും ഈ പ്രതിബിംബത്തിൻ്റെ സമയത്തിൽ നിന്നും 4:15 കുറച്ചാൽ എത്ര കിട്ടുക? 4:15 കുറച്ചാൽ 7 നിന്നും 4 കുറച്ചാൽ 3 മണിക്കൂർ, 45 നിന്നും 15 കുറച്ചാൽ 30 മിനിറ്റ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ എന്തായാലും ശരിയാണ്. നമുക്ക് ബിയും കൂടെ ഒന്ന് എടുത്ത് എഴുതി നോക്കാം.
ബി എന്ന് പറഞ്ഞാൽ അതിലെ യഥാർത്ഥ സമയം 7:45 പ്രതിബിംബത്തിന്റെ സമയം അതായത് മിറർ ഇമേജിന്റെ സമയം നമുക്കറിയില്ല, ഈക്വൽ ടു 11:60. അപ്പോൾ മിറർ ഇമേജിന്റെ സമയം എന്തായിരിക്കും? 11:60 നിന്നും 7:45 കുറയ്ക്കണം. 11:60 നിന്നും 7:45 കുറച്ചാൽ 11 നിന്നും 7 കുറയ്ക്കുമ്പോൾ 4 കിട്ടും. 4:60 നിന്നും 45 കുറയ്ക്കുമ്പോൾ 15 കിട്ടും. 4:15 മിറർ ഇമേജിന്റെ സമയം. യഥാർത്ഥ സമയം 7:45. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 7:45 മൈനസ് 4:15. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 മണിക്കൂർ 30 മിനിറ്റ് കിട്ടും. രണ്ട് ഓപ്ഷനുകൾ, രണ്ട് സമയമാണെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ സമയവും പ്രതിബിംബ സമയവും തമ്മിലുള്ള വ്യത്യാസം 3 മണിക്കൂർ 30 മിനിറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എയും ശരിയാണ്, ഓപ്ഷൻ ബിയും ശരിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് ഇവ രണ്ടും ശരിയാണ് എന്നുള്ള ഓപ്ഷൻ സി ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ ചോദ്യം എങ്ങനെയാണ്? 5.4 ഇൻറ്റു 0.2 ഇൻറ്റു 3.5 ഹോൾ ഡിവൈഡഡ് ബൈ 0.14 ഇൻറ്റു 0.4 ഇൻറ്റു 1.8. ഇതിൻ്റെ ഉത്തരം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതേപോലെ ദശാംശ സംഖ്യകൾ അംശത്തിലും ഛേദത്തിലും ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം. ഇവിടെയുള്ള ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം എടുക്കുക. ആദ്യം അംശത്തിലുള്ള ദശാംശ സ്ഥാനങ്ങൾ. ഇവിടെ ഒരു ദശാംശ സ്ഥാനമുണ്ട്, ഇവിടെയും ഒന്നുണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ടോട്ടൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 4 ദശാംശ സ്ഥാനങ്ങൾ അംശത്തിലുള്ളതായിട്ട് കാണാം. ഛേദത്തിൽ അതുപോലെ എടുത്തോ, ഇവിടെ 2 എണ്ണം, 1 3, 1 4, മൊത്തം 4 എണ്ണം ഛേദത്തിലുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര നോക്കുക. 0 ആണല്ലോ. ഈ ഒരു വ്യത്യാസം ആദ്യം എടുത്തു വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെയുള്ള സംഖ്യകൾ ദശാംശ സ്ഥാനങ്ങൾ ഇല്ല എന്ന് വിചാരിച്ച് ഡിവൈഡ് ചെയ്യുക. 54 ഇൻറ്റു 24 ഇൻറ്റു 35 എടുക്കുക. അതിനെ ഹോൾ ഡിവൈഡഡ് ബൈ 14 ഇൻറ്റു 4 ഇൻറ്റു 18 എടുക്കുക. നമുക്ക് ഓരോന്നൊന്ന് വെട്ടി നോക്കാം. 4നെയും 24നെയും വെട്ടിയാൽ 6 കിട്ടും. 18നെ 54നെയും വെട്ടിയാൽ 3 കിട്ടും. 14നെയും 35നെയും വെട്ടിയാൽ 7 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 5ഉം ഇവിടെ 2ഉം കിട്ടും. അപ്പോൾ 3 ഇൻറ്റു 6 18, 18 ഇൻറ്റു 5 5 8 40, 90. 90/2 എന്ന് കിട്ടും. 90/2 എന്ന് പറഞ്ഞാൽ 45 ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ എത്ര വ്യത്യാസം ഉണ്ടായിരുന്നു ദശാംശ സ്ഥാനങ്ങൾ തമ്മിൽ എന്നാണ്. ഇവിടെ 0 ആണ് വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ എവിടെയും ദശാംശ സ്ഥാനങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഈ ചോദ്യത്തിലുള്ള ദശാംശ സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടതുണ്ടായിരുന്നു. ഇവിടെ 0 ആയതുകൊണ്ട് നമ്മൾ ഒന്നും മാറ്റണ്ട. നമ്മുടെ ഉത്തരം 45 ആയിരിക്കും. നമ്മുടെ ഓപ്ഷനിൽ ബി 45 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 2, 5, 20, 25, 150. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ബന്ധം ഉപയോഗിച്ച് അടുത്ത സംഖ്യ കണ്ടുപിടിച്ചാൽ മതി. നമുക്കൊന്ന് നോക്കാം. ഇവിടെ 2, 5 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 5 ആവില്ല. ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ആകെ 3 കൂട്ടുക എന്നുള്ളതാണ്. 2നോട് 3 കൂട്ടിയപ്പോൾ 5 കിട്ടി. ഈ 5നോട് നമുക്ക് 15 കൂട്ടിയാലാണ് 20 കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 കൂട്ടി, ഇവിടെ 15 കൂട്ടി, അടുത്തത് എന്തായാലും അതിലും വലിയൊരു സംഖ്യ കൂട്ടുന്നതായിരിക്കണം. പക്ഷേ ഇവിടെ 5ആണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ബന്ധമായിരിക്കില്ല. പിന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, 5നെ നമ്മൾ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 20 കിട്ടും അല്ലേ? ഈ 20നോട് 5 കൂട്ടിയപ്പോഴാണ് 25 കിട്ടിയത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ആദ്യത്തെ സംഖ്യയോട് 3 കൂട്ടി, 3ന്റെ തൊട്ടടുത്ത സംഖ്യയായ 4 കൊണ്ട് അതിനെ ഗുണിച്ചു, അതിൻ്റെ അടുത്ത സംഖ്യ 5 ഇതിനോട് കൂട്ടി. അങ്ങനെ നോക്കുകയാണെങ്കിൽ 25നെ 5ന്റെ തൊട്ടടുത്ത സംഖ്യ 6, അതുകൊണ്ട് ഗുണിച്ചാൽ 150 കിട്ടണം. കിട്ടുമല്ലോ. 25നെ 6 കൊണ്ട് ഗുണിച്ചാൽ 150 കിട്ടും. ഈ ഒരു ബന്ധം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വേണ്ടത്, ഇവിടെ നമ്മൾ ഗുണിച്ചു, ഇവിടെ കൂട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6ന്റെ അടുത്ത സംഖ്യയായ 7 കൂട്ടുകയാണ് 150നോട് വേണ്ടത്. 157 ആയിരിക്കും നമ്മുടെ ഉത്തരം. നമ്മുടെ ഓപ്ഷനിൽ 157 ഉണ്ടല്ലോ, ഓപ്ഷൻ ടി. അതാണ് ശരി ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. 24, 60, 120, 210, 348. ഈ പറഞ്ഞിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാനായിട്ടുള്ള, അതായത് ഒറ്റപ്പെട്ട സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പതിവായിട്ട് ചെയ്യാറുള്ളത് പോലെ തന്നെ ഈ സംഖ്യയുടെ എല്ലാം പൂർണ്ണവർഗ്ഗങ്ങളാണോ അല്ലെങ്കിൽ പൂർണ്ണമായും ക്യൂബായിട്ട് എഴുതാൻ പറ്റുന്ന സംഖ്യകളാണോ എന്നൊക്കെ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയൊന്നും അല്ലാതെ കണ്ടാൽ മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ ഈ നമ്പറുകൾ തമ്മിലുണ്ടോ, ഈ നമ്പറുകൾക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഈ 24 എന്നുള്ളതിന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. 24 എന്നുള്ളതിന് നമുക്ക് 3 ക്യൂബ് മൈനസ് 3 എന്ന് എഴുതിക്കൂടെ. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27, 27ൽ നിന്ന് 3 കുറച്ചാൽ 24. 60ന് അതേപോലെ നമുക്ക് 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ
64ആണ്. അതിൽ നിന്നും 4 കുറച്ചിട്ട് എഴുതാം. അതായത് ഒരു ക്യൂബ് സംഖ്യയിൽ നിന്നും അതേ സംഖ്യ കുറച്ചാൽ ഇത് കിട്ടും, അതുപോലെ ഇതും കിട്ടും. ഇതും അതേപോലെ നമുക്ക് 5 ക്യൂബ് 125 നിന്നും 5 കുറച്ചാൽ 120 എന്നെഴുതാം. 210 എന്ന് പറഞ്ഞാൽ 6 ക്യൂബ് 216ആണ്. അതിൽ നിന്നും 6 കുറച്ചാൽ 210 കിട്ടും. ഇതിനെല്ലാം ഒരു ക്യൂബിൽ നിന്നും ആ സംഖ്യ കുറച്ചപ്പോഴാണ് നമുക്ക് ഈ സംഖ്യ കിട്ടിയത്. ഇനി ഈ ഒരു സംഖ്യക്ക് ആ ബന്ധം വരുന്നുണ്ടോ നോക്കുക. ആ ബന്ധം വരുന്നില്ലെങ്കിൽ ഇതായിരിക്കും ചെയ്യാൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 7 ക്യൂബ് മൈനസ് 7, 7 ക്യൂബ് മൈനസ് 7 എത്രയാണ്? 7 ക്യൂബ് 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49. 49നെ 7 കൊണ്ട് ഗുണിച്ചാൽ 7 9 63, 7 4 28 6 34. 343 നിന്നും 7 കുറച്ചാൽ 336 കിട്ടുകയായിരുന്നെങ്കിൽ ഇതേ ബന്ധം ഈ സംഖ്യക്കുമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ബന്ധം ഈ ഒരു സംഖ്യക്ക് ഇല്ല. അപ്പോൾ ഇതാണ് ഈ സംഖ്യയുടെ ഒറ്റപ്പെട്ട സംഖ്യ, ഓഡ് മാൻ ഔട്ട്, അതായത് ഒറ്റയാൻ. ഓപ്ഷൻ ബി 348 അതാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2024 ജനുവരി 1 എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ 2124 ജനുവരി 1 ഏത് ദിവസമാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ എന്താ ചെയ്യുക? നമുക്ക് ഈ വർഷത്തിൻ്റെ ഇടയ്ക്ക് എത്ര ഓഡ് ഡേയ്സ് വരുന്നുണ്ട് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഇതിൽ എത്ര നോർമൽ വർഷങ്ങളുണ്ടെന്നും എത്ര അതിവർഷങ്ങളുണ്ടെന്നാണ് നോക്കേണ്ടത്. ആദ്യം ഈ 2124 2024 തമ്മിലുള്ള വ്യത്യാസം നോക്കുക. 2124 നിന്നും 2024 കുറച്ചാൽ കൃത്യം 100 വർഷമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഒരു 100 ഓഡ് ഡേയ്സ് ഉണ്ടാകും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ വർഷങ്ങൾക്കിടയിൽ എത്ര അതിവർഷങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. 100 വർഷത്തിൻ്റെ ഇടയിൽ സാധാരണ 25 അതിവർഷമല്ലേ വരിക? 25ആണോ 24ആണോ? നിങ്ങളിവിടെ ഓർത്ത് വയ്ക്കേണ്ട കാര്യം, നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന എല്ലാ വർഷങ്ങളിനെയും നമ്മൾ ലീപ്പ് ഇയർ എന്ന് വിളിക്കും അല്ലേ? പക്ഷേ 2100, 2200, 2300, 1900, 1800 ഈ വർഷങ്ങളൊന്നും ലീപ്പ് ഇയർ ആയിട്ട് കണക്കാക്കപ്പെടില്ല. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ, അതായത് നൂറ്റാണ്ടുകൾ, ആ നൂറ്റാണ്ടുകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് 400 കൊണ്ട് കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ ലീപ്പ് ഇയർ ആയിട്ട് കണക്കാക്കുള്ളൂ. 2100, 200, 300, 1900, 1800, 1700 ഇതൊന്നും ലീപ്പ് ഇയർ അല്ല. പക്ഷേ 2000 ലീപ്പ് ഇയർ ആണ്, 1600 ലീപ്പ് ഇയർ ആണ്, 1200 ലീപ്പ് ഇയർ ആണ്, 2400 ലീപ്പ് ഇയർ ആണ്. ഇതിൻ്റെ ഇടയിലുള്ള 100 വരുന്ന വർഷങ്ങളൊന്നും ലീപ്പ് ഇയർ ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ 2100 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ അല്ല. അപ്പോൾ ഇതിനിടയിൽ എത്ര ലീപ്പ് ഇയറുകൾ ഉണ്ടാവും? 2024-നും 2124-നും ഇടയിൽ സാധാരണഗതിയിൽ 100 വർഷങ്ങൾക്കിടയിൽ 25 ലീപ്പ് ഇയർ വരണമെങ്കിലും ഈ 2 വർഷങ്ങൾക്ക് 2024-ൻ്റെയും 2124-ൻ്റെയും ഇടയിൽ ലീപ്പ് ഇയർ വരുന്നത് 24 മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതാണ്. അപ്പോൾ എത്ര ലീപ്പ് ഇയർ ഉണ്ട് നോക്കുക, അത്രയും ഓഡ് ഡേയ്സും കൂടെ ഇതിനോട് ആഡ് ചെയ്യുക. ഇവിടെ വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 100, ലീപ്പ് ഇയർ വരുന്നത് 24, ടോട്ടൽ 124 ഓഡ് ഡേയ്സ് വരും. നമുക്ക് എത്ര ഓഡ് ഡേയ്സ് കിട്ടി എന്നതിന് ശേഷം അതിനെ നമ്മളൊന്ന് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 124-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് ശിഷ്ടം കിട്ടുക നോക്കാം. അറിയാത്തവരൊന്ന് മാറ്റി എഴുതിക്കുക. 124/7 ഒരു പ്രാവശ്യം 7, ബാക്കി 5 ഉണ്ടാവും. 54-ൽ 7 എത്ര പ്രാവശ്യം പോകും? 7 × 7 49, ശിഷ്ടം കിട്ടുക 5. ഈ ശിഷ്ടമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 124-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 ശിഷ്ടം കിട്ടും. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? ഇവിടെ നമുക്ക് മൺഡേ അല്ല തന്നെ, ഈ മൺഡേ കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസമായിരിക്കും നമ്മുടെ ഉത്തരം. മൺഡേ കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ട്യൂസ്ഡേ, അതായത് ചൊവ്വ, വെനസ്ഡേ ബുധൻ, വ്യാഴം തേഴ്സ്ഡേ, ഫ്രൈഡേ വെള്ളി, അത് കഴിഞ്ഞ് ശനി 5ാമത്തെ ദിവസം സാറ്റർഡേ, അതായിരിക്കും നമ്മുടെ ഉത്തരം. നമ്മുടെ ഓപ്ഷനിൽ ശനി ഉണ്ടല്ലോ, ഓപ്ഷൻ ബി ശനി, അതാണ് ഉത്തരം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.